जय राधा माधवा कुंज बिहारी जय गोपी जना वल्लभा गिरिवरधारी जय गोपी जना वल्लभा गिरिवरधारी यशोदा नंदना ब्रज जनरंजना यशोदा नंदना ब्रज जनरंजना यमुना तीरा वनचारी यमुना तीरा वनचारी जय राधा माधवा कुंज बिहारी जय राधा माधवा कुंज बिहारी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जय कृष्ण बलराम जय कृष्ण बलराम जय गौरनिताय जय गौरनिताय जय गौरनिताय निताय गौर हरि बोल निताय गौर हरि बोल। नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം, ദണ്ഡവത് പ്രണാമം. മറ്റൊരു ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സുസ്വാഗതം. ഞാൻ തുടങ്ങുന്നതിന് മുമ്പേ ഒരു പ്രഭു പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പ്രഭുവിനെ പെട്ടെന്ന് നിർത്തേണ്ടി വന്നു, എന്നോട് ക്ഷമിക്കണം പ്രഭുജി. ഹരേ കൃഷ്ണ. ഇപ്പൊ ഇന്ന് നമ്മള് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 16 ദേവാസുരഭാവങ്ങൾ, അതില് ശ്ലോകം 8, 16:8. അസത്യമപപ്രതിഷ്ഠം ദേ ജഗദാഹുരനീശ്വരം അപരസ്പര സംഭൂതം കിം അന്യത് കാമഹൈതുകം. അസത്യമപ്രതിഷ്ഠം തേ ജഗദാഹുരനീശ്വരം അപരസ്പര സംഭൂതം കിം അന്യത് കാമഹൈതുകം. അസത്യമപ്രതിഷ്ഠം തേ ജഗദാഹുരനീശ്വരം അപരസ്പര സംഭൂതം കിം അന്യത് കാമഹൈതുകം. ഈ പ്രപഞ്ചം അസത്യവും അടിസ്ഥാനരഹിതവുമാണെന്ന് അതിന് നിയന്താവായി ഒരു ഈശ്വരനില്ലെന്നും അവർ പറയുന്നു. ലൈംഗികാഭിലാഷം മാത്രമാണ് ഇതിന്റെ ഉൽപ്പത്തിക്ക് കാരണമെന്നും കാമമല്ലാതെ മറ്റൊന്നും കാരണമായിട്ടില്ലെന്നുമാണ് അവർ പറയുന്നത്. ഭാവാർത്ഥം. ശില പ്രഭുപാദ് കി ജയ്. ആസുര സ്വഭാവികൾ പ്രപഞ്ചത്തെ ഒരു മായക്കാഴ്ചയെന്ന് കരുതുന്നു. കാരണമോ കാര്യമോ നിയന്താവോ ഉദ്ദേശമോ അതിനില്ല. എല്ലാം മിഥ്യയാണ്. യാദൃശ്ചികമായ ഭൗതിക കർമ്മങ്ങളുടെയും അവയുടെ പ്രതികരണങ്ങളുടെയും ഫലമായി വിശ്വാവിഷ്കാരം ഉണ്ടാകുന്നു. ഈശ്വരൻ ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ സൃഷ്ടിച്ചതല്ല ഇത് എന്നും അവർ കരുതുന്നു. അവർക്ക് അവരുടേതായ തത്വശാസ്ത്രങ്ങളാണുള്ളത്. പ്രപഞ്ചം തനിയെ അങ്ങുളവായി എന്നല്ലാതെ അതിന്റെ ഉത്ഭവത്തിന് പുറകിൽ ഒരു ഈശ്വരൻ ഉണ്ടെന്ന് വിശ്വസിക്കാനും അവർ കാരണം കാണുന്നില്ല. ജഡപദാർത്ഥത്തിനും ജീവനും തമ്മിൽ വ്യത്യാസമില്ല. അവരുടെ ദൃഷ്ടിയിൽ പരമാത്മാവിനെ അവർ അംഗീകരിക്കുന്നുമില്ല. എല്ലാ ജഡപദാർത്ഥം തന്നെ ബ്രഹ്മാണ്ടമാകെ ഒരു അജ്ഞാനഗോളം അത്രേ. സർവം ശൂന്യം. ആവിഷ്കാരങ്ങളെല്ലാം നമ്മുടെ വീക്ഷണത്തിൽ അന്തർഭൂമായ അജ്ഞാനത്തിന്റെ സൃഷ്ടികൾ, വിഭിന്ന ആവിഷ്കാരങ്ങളുടെയും ആ ജ്ഞാനത്തിന്റെ പ്രദർശനങ്ങൾ തന്നെ എന്നവർ ഉദിക്കുന്നു.
അവർ ഉറയ്ക്കുന്നു. വാസ്തവത്തിൽ ഇല്ലാത്ത പലതിനെയും സ്വപ്നത്തിൽ നമ്മൾ കാണുന്നത് പോലെയാണിത്. ഉണരുമ്പോൾ മാത്രമാണ് അവ യഥാർത്ഥമെന്ന് മനസ്സിലാവുന്നത്. എന്നാൽ ജീവിതം ഒരു സ്വപ്നമാണെന്ന് അസുരന്മാർ പറയുമെങ്കിലും ആ സ്വപ്നത്തെ ആസ്വദിക്കാനുള്ള കഴിവ് അവർക്ക് വേണ്ടത്രയുണ്ട്. ഇങ്ങനെ ജ്ഞാനം സമ്പാദിക്കുന്നതിന് പകരം അവർ സ്വപ്ന ലോകത്തിൽ അധികം അധികം കുടുങ്ങിപ്പോകും. ഒരു കുട്ടി ജനിക്കുന്നതിന് സ്ത്രീ പുരുഷ സംയോഗത്തിൽ നിന്ന് മാത്രമാണെന്നത് പോലെ ആത്മാവിനെ കൂടാതെയാണ് ഈ പ്രപഞ്ചം പ്രത്യക്ഷമായതെന്ന് അവർ അനുമാനിക്കുന്നു. ഭൗതിക പദാർത്ഥത്തിന്റെ ഒരു സമ്മിശ്രത്തിൽ നിന്നാണ് ജീവന്റെ ഉൽപ്പത്തി. ആത്മാവിന്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള പ്രശ്നമേ ഉദിക്കുന്നില്ല. ഹരേ കൃഷ്ണ. ഓം തത്സത്. ഓം അച്ഛനത്രമിരന്തസ്യ ജനാഞ്ചനാശലാക്കയ ചക്ഷുരന്മേലമസ്മൈ ശ്രീ ഗുരുവേ നമ. നമ ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസ്ഥായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി ഇത് നാമിനെ. നമസ്തേ സരസ്വതി ദേവി ഗൗരിവാണി പ്രചാരിണി നിർവിശ്വസുഭാരി പാശ്ചാത്യ ദേശതാരൻ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവ സരി ഗൗരി ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. അസത്യം അപ്രതിഷ്ഠം തേ ജഗത് ആഹുരനീശ്വരം അപരസ്പര സംഭൂതം കിം അന്യത് കാമാഹിതം. 16 8ാമത്തെ ശ്ലോകം. വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, എന്നാലും നമുക്ക് അതിൽ എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടോ എന്ന് നോക്കാം. കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ പറയുന്നത് ന ശൗചം നാഭി ചാരോ സത്യം തേഷു വിദ്യതേ, അല്ലെ? അസുരന്മാരെ കുറിച്ചിട്ടാണ് ഇവിടെ ഭഗവാൻ 3 തരത്തിലുള്ള ആൾക്കാരുടെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്വ, രജ, തമസ്. അപ്പൊ ഇങ്ങനെ ഉള്ള 3 ആൾക്കാരുടെ സ്വഭാവങ്ങൾ എങ്ങനെയായിരിക്കണം? അപ്പൊ ആദ്യം ഒരു ഇതിൽ തന്നെ സത്യം എന്താണ് സത്വ ഈ പ്രകൃതിയിലുള്ള ആൾക്കാരുടെ ഒരു ശ്ലോകം കൊണ്ട് തന്നെ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം അതായത് 2 മുതലാണ്. 2, 3, 4, 5, 6 ഇങ്ങനെ പോകുന്നു. 7, 8, 9, 10. അതായത് കൂടുതലും അസുരന്മാരുടെ കാര്യങ്ങളാണ് പറയാനുള്ളത്. അവരുടെ ഗുണഗണങ്ങളാണ് കൂടുതലും. കാരണം അത്രയ്ക്കുണ്ടെന്ന് അർത്ഥം അസുരന്മാരുടെ. അതിലാണ് ഇത് കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാണ്. എന്താണ്? ന ശൗചം നാപി ചാചാരോ ന സത്യം തേഷു വിദ്യതേ. അസുരന്മാർ അവർ അശുചികളാണ്, അശുദ്ധരാണ്. അതാണ് അവരുടെ ദൗർഭാഗ്യം. അവർക്ക് ശരിയായ വഴി എന്താണ്, തെറ്റായ വഴി എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതിനാൽ ശുദ്ധി ദൈവപ്രകൃതിയുടെ അല്ലെങ്കിൽ ദേവതകളുടെ ആദ്യ യോഗ്യതയാണ് എന്ത്? ശുചി അല്ലെങ്കിൽ ശുചിത്വം അല്ലെങ്കിൽ ശുദ്ധത. 2 തരം മനുഷ്യരുണ്ട്. ഒരു വിഭാഗം ദേവത, മറ്റൊരു വിഭാഗം അസുരൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് തോന്നുന്നു. അതിനാൽ അസുരവർഗം അവർ കഷ്ടപ്പെടേണ്ടി വരും. ഭൗതിക ബന്ധനത്തിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കില്ല. മൂഢ ജന്മനി മാം അപ്രാപ്യ ഏവ എന്ന് ഭഗവത്ഗീത 16ാമത്തെ അധ്യായത്തിൽ പറയുന്നു. പരമദിവ്യോത്തമ പുരുഷന്റെ കമലപാദങ്ങളുടെ അഭയം നാം നേടുന്നില്ലെങ്കിൽ ഭൗതിക ലോകത്തിലെ നമ്മുടെ കഷ്ടപ്പാടുകൾ തുടരും, അല്ലെ? അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഭഗവാൻ കൃഷ്ണന്റെ കാൽപ്പാദത്തിൽ നമ്മൾ ശരണം പ്രാപിക്കും, അല്ലെ? ശരണം പ്രാപിക്കാത്തിടത്തോളം കാലം നമ്മളിങ്ങനെ ഈ മൃത്യു ജരാവ്യാധി എന്നുള്ള ആ സർക്കിളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മളൊരു വൃത്തത്തിലായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? നേരെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ കാൽക്കല്, അല്ലെ, നമ്മൾ സമർപ്പിക്കണം. എല്ലാം ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് പ്രവർത്തിക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കും, അല്ലെ? കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്താലും നമ്മള് ഭഗവാന് വേണ്ടി ചെയ്യും. ആനുകൂലേന കൃഷ്ണാനുശീലം, അല്ലെ? അപ്പോ എന്താണ്? പ്രതികൂലേന വർജിതം. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭഗവാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് വേണ്ട. ഭഗവാൻ എന്താണോ ഇഷ്ടം അത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഭഗവാൻ എന്താണോ ഇഷ്ടം അത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഭഗവാൻ എന്താണോ ഇഷ്ടം അത് മാത്രമേ ഞാൻ ചിന്തിക്കുള്ളൂ. എന്താ സുഖം, അല്ലേ? അപ്പോ നമ്മൾ എന്ത് ചിന്തിച്ചാലും അതിൽ ഒരു കാര്യം നമ്മൾ എന്താ വിചാരിക്കേണ്ടത്, എന്താ ചിന്തിക്കേണ്ടത്? അതിലെന്തെങ്കിലും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമുണ്ടോ? ഇല്ലെങ്കിൽ സംസാരിക്കാൻ പോലും പാടില്ലെന്നാണ്. നമ്മൾ ഒന്നും പറയരുത്, പ്രവർത്തിക്കരുത്, ഒന്നും ചിന്തിക്കരുത്, അല്ലേ? ആ ചിന്തയിൽ എന്തെങ്കിലും, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു TV കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മൊബൈലിൽ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലേ? നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഭഗവാനുമായിട്ട് ലിങ്ക് ചെയ്ത് അതിൽ എന്തുണ്ട്. ഒന്നുമില്ല എങ്കിൽ നമ്മൾ അപ്പം സ്റ്റോപ്പ് ചെയ്യണം,
അല്ലേ? എങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ പറ്റൂ. നമ്മുടെ വീട് എന്താണ് എല്ലാവർക്കും അറിയാം, അല്ലെ? ഗോലോക വൃന്ദാവൻ. അവിടേക്ക് അവിടെ നമ്മളെല്ലാവരും വന്നേ, എല്ലാവരും, നമ്മളെല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു. വളരെ സന്തോഷമായിട്ട്, വളരെ ബ്ലിസ് ആയിട്ട് നമ്മള് ഭഗവാന്റെ സേവയൊക്കെ ചെയ്ത് എല്ലാ ദിവസവും രാവിലെ ഉണ്ട് ഹരേ കൃഷ്ണ ഭഗവാന്റെ തന്നെ ശ്രീകണ്ഠ കൊടുത്തിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന നമ്മള് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ താഴോട്ട് വന്ന കാര്യം എന്താണ്? നമുക്ക് എപ്പോഴോ ഒരു ചെറിയൊരു അസൂയ ഭഗവാനിൽ തോന്നി. എന്താണ് അസൂയ? അതെന്താ? ഭഗവാൻ മാത്രം ഇങ്ങനെ സന്തോഷിച്ചാൽ മതിയോ? ഞങ്ങൾക്കും സന്തോഷിക്കണ്ടേ? ഞങ്ങളെ കയ്യോ ആരെങ്കിലും ഒക്കെ മസാജ് ചെയ്ത് തരണ്ടേ? ഭഗവാൻ മാത്രം മസാജ് ചെയ്താൽ മതിയോ? അല്ലേ? എന്നൊക്കെ എങ്ങനെയോ ഒരു ചിന്ത, ഒരു 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 ലേശം, അല്ലെ? ഒരു ലെവലേശം വന്നതേ അറിഞ്ഞുള്ളൂ. ദേ ഇറങ്ങണം താഴെ, അല്ലേ? തപോന്ന് താഴെ നമ്മള് ഭൂമിയിൽ. എന്നാ പിന്നെ നീ പോയി എല്ലാം സുഖമായിട്ടൊക്കെ അനുഭവിച്ചിട്ട് വന്നാൽ മതി എന്ന് അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഭൂമിയിലേക്ക് പതിച്ചത്. പതിച്ചിട്ട് കോടാനുകോടി ജന്മങ്ങളെ നമ്മൾ ഇതുവരെയും തിരിച്ചു പോകാനുള്ള വഴി കണ്ടുപിടിച്ചിട്ടില്ല, അല്ലെ? എത്രയോ ജന്മങ്ങൾ നമുക്ക് ഭഗവാൻ തന്നു, അതിൽ എത്രയോ മനുഷ്യജന്മങ്ങളും ഭഗവാൻ തന്നു. പക്ഷെ നമ്മള് ഇതിൽ കിടന്ന് ഇങ്ങനെ ഉഴലുന്നതല്ലാതെ തിരിച്ചു പോകാനുള്ള ഒരു മാർഗം നമ്മള് ഇതുവരെയും അന്വേഷിച്ചില്ല, അല്ലെ? നമ്മൾ എന്നാണോ അന്വേഷിക്കുന്നത് അന്ന് ഭഗവാൻ, അല്ലെ, കൊട്ടക്കണക്കിന് കൊണ്ടുതരും, ചാക്ക് കണക്കിന് കെട്ടിക്കൊണ്ടു. അല്ലേ? ഇപ്പൊ നമ്മൾ അന്വേഷിച്ചു, അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും അത് അന്വേഷിച്ച ആൾക്കാരാണ്, അല്ലെ? അത് അന്വേഷിച്ച് മനസ്സിൽ എവിടെയോ ഒരു ചെറിയൊരു താല്പര്യം ഉള്ളത് കൊണ്ടാണ് പ്രഭുക്കന്മാര് നിങ്ങൾ വിളിക്കുകയും എല്ലാ ദിവസവും നിങ്ങൾ നിർബന്ധമായിട്ട് ഇതിൽ വരണമെന്ന് പറയുകയും ചെയ്യുന്നു. അതെല്ലാം ഭഗവാന്റെ ഒരു ലീലയാണ്. ഭഗവാൻ നമുക്ക് ചെയ്യുന്ന ഒരു 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 എന്താണ്, ഒരു 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 മേഴ്സിയാണ്. ഭഗവാന്റെ മേഴ്സി ഉണ്ടെങ്കിലേ ഇതൊക്കെ നടക്കൂ. ഏഹ് അല്ലെ? അപ്പോ അത് അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളെല്ലാം അസുരന്മാരായിരുന്നതില് നമ്മൾ സുരന്മാരാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവ എന്താണ് പ്രകൃതി അല്ലെങ്കിൽ ഗുണങ്ങള് കിട്ടാനായിട്ട് നമ്മൾ ശ്രമിച്ചു. എന്താണ്? ശുചിത്വം, അല്ലെ? നമ്മൾ അശുദ്ധരായിരുന്നതെല്ലാം നമ്മളെല്ലാം ശുചിയായിക്കൊണ്ടിരിക്കുക, നമ്മളെല്ലാം വൃത്തിയായിക്കൊണ്ടിരിക്കും. നമ്മുടെ വെളിയിലാണെങ്കിലും പുറമായാണെങ്കിലും ഉള്ളിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. ആ ശുദ്ധീകരണ പ്രക്രിയയിലാണ്. അതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ 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 രാമ ഹരേ രാമ രാമ. ഹരേ രാമ രാമ രാമ. അത് നമ്മുടെ ഉള്ളില് അല്ലെ, നമ്മളെ ഉള്ള് വൃത്തിയാക്കാനും. പിന്നെ മെയിൻ ആയിട്ടുള്ളത്, അത് നമുക്ക് അത്രയും കഠിനമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സത്സംഗം വേണം. സത്സംഗമില്ലാതെ ഒരു രക്ഷയുണ്ടാവില്ല, അല്ലെ? ഇപ്പൊ തന്നെ നമ്മൾ തന്നെ ഇതിൽ തന്നെ ഒരു ദിവസം വന്നില്ല എങ്കിൽ പിന്നെ നമുക്ക് പതുക്കെ 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 ആ മടി നമ്മുടെ മനസ്സിൽ എവിടെയോ കയറി പറ്റും, നമ്മൾ അറിയത്തില്ല. നമ്മൾ പോലും അറിയാതെ അത് ആ നെറ്റ്വർക്ക് അവിടെ വർക്ക് ചെയ്യും, അല്ലെ? അത് അവിടെ അങ്ങനെ അപ്പൊ പിന്നെ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ചെറുതായിട്ടൊന്ന് മഴ പെയ്യുമ്പോൾ ഇന്നും കൂടെ കിടന്നുറങ്ങി, നാളെ തൊട്ട് എണീക്കാം എന്ന് വിചാരിക്കും. ഈ നാളെ 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 നീള് നീള് നീളെ അങ്ങനെ പോയി, അല്ലെ? നമ്മൾ ഇതിനെക്കുറിച്ചേ മറന്നു. നമ്മൾ ആ ഭൗതികതയിൽ അങ്ങ് താഴ്ന്നു 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 താഴ്ന്നു, അല്ലെ? അപ്പൊ അതാണ് ഈ ഭൗതിക ലോകത്തെ ക്രമീകരിക്കുന്നതിലൂടെ എല്ലാത്തരം കഷ്ടപ്പാടുകളും നിർത്താൻ നമ്മൾ ശ്രമിക്കുന്നു. അത് സാധ്യമല്ല. ശാസ്ത്രത്തിൽ ദുരാശായ ഏ ബഹേത് അർത്ഥമാനിന എന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നുണ്ട്, പ്രസ്താവിച്ചിരിക്കുന്നു. ദുരാശയ എന്ന് വെച്ചാൽ നിരാശയ. അല്ലെ? രാവണനെ പോലുള്ള വലിയ വലിയ അസുരന്മാർ ഭൗതിക ക്രമീകരണത്തിലൂടെ, അല്ലെ? രാവണനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭയങ്കര പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം വേദങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ നെഗറ്റീവ് വശങ്ങളാണ് പുള്ളി നോക്കിക്കൊണ്ടിരിക്കുന്നത്. പുള്ളി എന്താ ചെയ്തത്? നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ പോകണം, അതിന് നിങ്ങളിപ്പോ ഇങ്ങനെ ജപിക്കുകയും ഒന്നും ചെയ്യുന്ന ആവശ്യമില്ല. ഞാനൊരു ഏണിയിട്ട് തരാം, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കെട്ടിത്തരാം സ്വർഗത്തിലേക്ക് ഡയറക്റ്റ് പോകാനായിട്ട് എന്നൊക്കെ വിചാരിച്ച ആളാണ് രാവൺ. അസുരൻ, അല്ലെ? ആസുര ചിന്ത മാത്രമേ വരുള്ളൂ. എന്നിട്ട് നടന്നോ? നടന്നില്ല, അല്ലെ? ഏഹ് അപ്പോ അദ്ദേഹം എന്താണ്, സ്വർഗത്തിലേക്ക് പോകാൻ ഭക്തിപൂർവ്വം പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ ആളാണ്. ആർക്കും പോകാൻ കഴിയുന്ന തരത്തിൽ ഞാൻ ഈ പടികൾ നിർമ്മിക്കും എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഏഹ് രാവണേര സ്വർഗേശ്വരി. ഇപ്പോൾ അത് പരാജയമായി. നമ്മൾ ഇപ്പോൾ ശ്രമിക്കുന്നത് പോലെ, അല്ലെ? ആധുനിക ശാസ്ത്രജ്ഞന്മാർ അവരെന്താ ശ്രമിക്കുന്നത്? ചന്ദ്രഗ്രഹത്തിലേക്ക് പോകാനാണ് ശ്രമിക്കുന്നത്, അല്ലെ? അത് പരാജയമാണെന്ന് പ്രഭുപാദർ ഒരു 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. അല്ലെ? അതുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പ്രഭുപാദ്
ഒരു വേർഡൊക്കെ ഉപയോഗിക്കുമല്ലോ അല്ലെ, അതൊക്കെ വിളിച്ചിട്ട് വെറുതെ മണ്ടന്മാരന്മാർ എന്താ ചെയ്യണത് അല്ലെ, അവർ നമ്മളെ പറ്റിക്കുകയല്ലേ ചെയ്യുന്നതെന്നാണ് പ്രഭുപാദ് പറഞ്ഞു അല്ലേ. പക്ഷെ അതൊക്കെ നമ്മൾ ഇനി ഒരു കുറെ കാലം കഴിയുമ്പോഴത്തേന് അത് മനസ്സിലാവും അല്ലെ, ഇവർ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. അത് പരാജയമാണ്, ശരിക്കും പരാജയമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്, അവർക്കൊരിക്കലും അവിടെ പോകാൻ കഴിയില്ല. പ്രാവീണ്യമോ യോഗ്യതയോ ഇല്ലാതെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് താമസിക്കാൻ കഴിയില്ല അല്ലെ. ഈ ഗ്രഹത്തിൽ പോലും നമുക്ക് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോ നമ്മളിപ്പോ ഇന്ത്യക്കാരാണ്, നമ്മൾക്ക് അമേരിക്കയിൽ പോയി താമസിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നാളെ രാവിലത്തെ ഫ്ലൈറ്റിൽ കയറി നമുക്ക് അമേരിക്കയൊക്കെ പോകാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മൾ നേരത്തെ അതിനുള്ള ആപ്ലിക്കേഷനൊക്കെ അയച്ച് അല്ലേ, അവരൊരു ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് എന്തിനാ വരുന്നത് എന്നൊക്കെ ചോദിച്ച് അത് കഴിഞ്ഞിട്ടേ അവര് ആ ഇമിഗ്രേഷൻ ഫോർമാലിറ്റീസ് ഒക്കെ നിർത്തൂ അല്ലേ. അതൊക്കെ കഴിഞ്ഞ് നമുക്കൊരു വിസ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അമേരിക്കയിലോട്ട് പോകാൻ പറ്റുള്ളൂ. അമേരിക്ക എന്നല്ല, ഏതൊരു രാജ്യത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിലും നമുക്ക് അവരുടെ അനുവാദം വേണം അല്ലേ. കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്, മനസ്സിലായില്ലേ? ഓക്കെ. അതിന് അതാണ് അതിന് ക്രമീകരണങ്ങൾ ആവശ്യം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്താണ് അമേരിക്കയിലേക്ക് പോകാം, അല്ലെങ്കിൽ അമേരിക്കക്കാർ ഇവിടെ വരാൻ, ഇന്ത്യയിലോട്ട് വരാം, അത് നടക്കില്ല. അന്താരാഷ്ട്ര ക്രമീകരണങ്ങളുണ്ട്. അപ്പൊ നമുക്ക് വിസ വേണം, അതിനു മുമ്പ് നമുക്കൊരു പാസ്പോർട്ട് വേണം, ഇമിഗ്രേഷൻ വേണം അല്ലേ. അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. നമ്മളെ ഗ്രഹത്തിനകത്ത് പോലും അങ്ങനെ തടസ്സങ്ങൾ ഉള്ളപ്പോ മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകാനായിട്ട് എന്ത് എളുപ്പമാണെന്നാണ് നമ്മൾ കരുതുന്നത്? ഒരിക്കലുമല്ല, അത് സാധ്യമല്ല അല്ലേ. നമ്മൾ കാര്യക്ഷമമായിരിക്കണം, അപ്പോൾ നമുക്ക് പോകാം. ഭഗവത്ഗീതയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളില്ല. ഭഗവത്ഗീത എന്താ പറയുന്നത്? യാന്തി ദേവ വൃത ദേവാൻ പിത്താൻ യാന്തി പിതൃവൃത ഭൂതാനി യാന്തി ഭൂതേജ യാന്തി മദ്യാജിനോ മിപ അല്ലെ. 9ാമത്തെ അധ്യായത്തിൽ പറയുന്നത് നോക്കാം എല്ലാവർക്കും. അതിനാൽ ഈ ജീവിതത്തിൽ നമ്മൾ സ്വയം തയ്യാറാക്കും, അപ്പോൾ നമുക്ക് ഉയർന്ന ഗ്രഹവ്യവസ്ഥയിലേക്ക്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ചന്ദ്രഗ്രഹങ്ങളിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എത്രയോ 1000 വർഷം യാത്ര ചെയ്താൽ, എത്രയോ 300 ചില്ല അങ്ങനെ അങ്ങനെ 300 ചില്ല വർഷം കണ്ട് യാത്ര ചെയ്താലേ അവിടെ എത്തുള്ളൂ. അത്രയും ദൂരമാണ്. അപ്പോ ഒരു മനുഷ്യ ആയുസ്സിൽ അത് നടക്കുന്ന കാര്യമാണ്. എത്രയൊക്കെ സ്പീഡുള്ള റോക്കറ്റ് ആണെങ്കിലും നമുക്ക് അത്രയും ഓടിയെത്താൻ പറ്റത്തില്ല അല്ലേ. അതൊക്കെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. പിന്നെ അവരിത് എവിടെയാണ് ലാൻഡ് ചെയ്ത് നമ്മളെയൊക്കെ പറ്റിച്ചത് എന്ന് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ, കൃഷ്ണാപുരത്തിലുള്ളവർ മാത്രമേ അങ്ങനെ ചിന്തിക്കു പോലും. മറ്റുള്ളവരാരും അങ്ങനെ ചിന്തിക്കത്തില്ല. പ്രഭുജിയെ അൺമ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. അല്ല, അൺമ്യൂട്ട് ആയിപ്പോയി ഞാൻ. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ടന്തി രാജസ ജഗന്യ ഗുണവൃത്തിസ്ഥ അതോ ഗച്ഛന്തി താമസ. സർവക നമുക്ക് പോവാം, എല്ലാ ജീവജാലങ്ങൾക്കും അവൻ ഇഷ്ടപ്പെടുന്നിടത്തേക്ക് പോവാം. പക്ഷേ അവൻ വ്യവസ്ഥ പാലിക്കണം. കാരണം നാം സ്വാഭാവിക അവസ്ഥയിലാണ്. ഭൗതിക ലോകം എന്നാൽ നമ്മൾ വ്യവസ്ഥാപിതരാണ്. അതിനാൽ ചന്ദ്രഗ്രഹം പോലുള്ള ഉയർന്ന ഗ്രഹവ്യവസ്ഥയിലേക്ക് പോകാൻ യോഗ്യരാകുന്നതിന് നമ്മൾ സ്വയം തയ്യാറാകാൻ കാര്യക്ഷമമാക്കി. അതിനാൽ ആ തയ്യാറെടുപ്പ് എന്നാൽ നമ്മൾ സത്വഗുണത്തിൽ ശൗചത്തിൽ എത്രത്തോളം സ്ഥിതി ചെയ്യുന്നുവോ അത്രയധികം സത്യം ശൗചം അല്ലെ ബ്രാഹ്മണരുടെ യോഗ്യതയാണ്. ആർജവമാസ്തിക്യം ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം അല്ലെ ബ്രഹ്മകർമ്മ സ്വഭാവിച്ചം. സത്വഗുണത്തിന്റെ ഗുണങ്ങൾ നമ്മൾ നേടിയില്ലെങ്കിൽ ഉയർന്ന ഗ്രഹവ്യവസ്ഥയിൽ പോലും നമുക്ക് പോകാൻ കഴിയില്ല. പ്രപഞ്ചത്തിനപ്പുറം പോകുന്നതിനെ കുറിച്ച് എന്താണ് പറയേണ്ടത്? പ്രപഞ്ചത്തിനപ്പുറം, ഇതിനപ്പുറം വൈകുണ്ഠലോകം ഇല്ലെങ്കിൽ ബ്രഹ്മലോകം, ബ്രഹ്മജ്യോതിരുണ്ട്. പിന്നെ ഏറ്റവും ഉയർന്നത് ഗോലോക വൃന്ദാവനം. പക്ഷേ നമുക്ക് അവിടെ പോകാൻ പറ്റും അല്ലെ. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, മദ്യാജീനോ യാന്തിമാം. ഈ ജീവിതത്തിൽ നമുക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പോകാൻ സാധിക്കും, ഒരു തടസ്സവുമില്ല. നമ്മൾ ശുദ്ധീകരിക്കപ്പെടും അല്ലെ. ഈ ഭക്തിമാർഗം ശുദ്ധീകരണ പ്രക്രിയയാണ്. അപ്പൊ ഈ ഭക്തി മാർഗത്തിലൂടെ നമ്മൾ ശുദ്ധീകരിച്ച് ആ ലെവലിൽ എത്തുന്നവർക്ക് മാത്രമേ നമുക്ക് ഉയർന്ന ഗ്രഹങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ ഈ ശാസ്ത്രജ്ഞന്മാരൊക്കെ എത്ര ശുദ്ധിയിലാണ് അവർ പൊക്കോണ്ടിരിക്കുന്നത് അല്ലെ. നടക്കുവോ? ഇല്ല അല്ലെ. സർവോഭാതി വിനിർമുക്തം തത്പരത്വേന നിർമ്മലം ഋഷികേശ സേവനം ഭക്തി രുച്യത. അങ്ങനെയാണ് ഭക്തി ഉയരുന്നത് അല്ലെ. ആരുടെ സേവനം? ഋഷികേന സേവനം. നമ്മള് ഭഗവാൻ കൃഷ്ണന്റെ, ഋഷികേശന്റെ സേവനം ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് മുകളിലോട്ട് പോകാനുള്ള ആ വിസ കിട്ടത്തുള്ളൂ അല്ലെ. നമുക്ക് വേണമെങ്കിൽ വൈകുണ്ഠ ഗ്രഹത്തിലേക്കോ ഗോലോക വൃന്ദാവനത്തിലേക്കോ പോകണമെങ്കിൽ ഈ ഭൗതിക ആകാശത്തിനപ്പുറം, അതായത് മറ്റൊരു ആകാശം നമുക്കത് കാണാൻ, ഇവിടുന്ന് കാണാൻ പറ്റില്ല. പരസ്തസ്താതു ഭാവ അന്യ അവ്യക്തോ വ്യക്താൻ സനാതൻ. ഈ വിവരങ്ങൾ ഭഗവത്ഗീതയിലുണ്ട്. പരവ്യോയം 8ാമത്തെ അധ്യായത്തിലാണ് തോന്നുന്നു. പരവ്യോയം എന്നറിയപ്പെടുന്ന മറ്റൊരു ആകാശം,
അതാണ് ആത്മീയാകാശം. ആ ആത്മീയാകാശം ശാശ്വതമാണ്. ഈ ഭൗതിക ആകാശത്തിനുള്ളിൽ എല്ലാം നശിപ്പിക്കപ്പെടുമ്പോൾ അത് ശാശ്വതമായി നിലനിൽക്കുന്നു. ഏഹ് അതിനെ സനാതനധാമം എന്ന് വിളിക്കും. അതിനാൽ സനാതന, നാശമില്ലാതെ, അല്ലെ, ജീവ സനാതനമാണ്. മമൈ വാംശു ജീവ ലോക്, അല്ലെ, ജീവഭൂത സനാതന എന്ന് പറയും ഭഗവാൻ പറയുന്നുണ്ട്, അല്ലെ, 15-ാമത്തെ അധ്യായത്തിൽ അവിടെ അത് പ്രസ്താവിച്ചിരിക്കുന്നു. അതിനാൽ ജീവ സനാതനമാണ്. ന ഹന്യതേ ഹന്യമാനേ ശരീരേ, അല്ലെ, ഭഗവാൻ കൃഷ്ണനും എന്താണ്, സനാതനൻ. 11-ാം അധ്യായത്തില് ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നു, അല്ലെ, സനാതന. ഇവിടെ മറ്റൊരു ആകാശമുണ്ട്, ഇതിനെ സനാതന എന്ന് വിളിക്കും. അവ്യക്ത, അവ്യക്ത, സനാതന. അപ്പോൾ ഈ സനാതന ധാമവും സനാതന സംയോഗം, ഭഗവാൻ, അല്ലെ, സനാതനമാണ്. ജീവാത്മാവ് സനാതനമാണ്. അവിടെ ഒരു സനാതന ധാമമുണ്ട്. ആ സനാതന ധാമത്തിലേക്ക് തിരികെ പോയി പരമോന്നത സനാതനവുമായി സഹവസിച്ച് സ്വയം സനാതനമായി തുടരാൻ കഴിയുന്ന അറിവിന്റെ സംസ്കാരം, അല്ലെ, അല്ലെ, അതിനെയാണ് സനാതന ധർമ്മം എന്ന് വിളിക്കുന്നത്. നമ്മളെല്ലാവരും സനാതനാണ്. നമ്മുടെ ജീവാത്മാവ് സനാതനാണ്, ഭഗവാന്റെ ഒരു അംശമാണ്, അല്ലെ, ഭഗവാൻ സനാതനാണ്. അതിനാൽ നമ്മൾ ഈ സനാതന ധർമ്മം വളർത്തിയെടുക്കണം. അതായത് ഭൗതിക യോഗ്യതയിൽ നിന്നോ ഭൗതിക പദവിയിൽ നിന്നോ നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. ഇവിടെ നമുക്ക് ഭൗതിക പദവി, അല്ലെ, എന്താണ് ഭൗതിക പദവി എന്ന് പറഞ്ഞാൽ? നമുക്ക് എല്ലാവർക്കും ഓരോ പേരുണ്ട്, അല്ലേ? നമ്മൾ ആ പേരുകാരനാണെന്ന് പറയും. ഏഹ് നമ്മള് കേരളത്തിലുള്ളതാണെന്ന് പറയും, നമ്മൾ തിരുവനന്തപുരത്തുള്ളതാണെന്ന് പറയും, നമ്മൾ പാലക്കാടുള്ളതാണെന്ന് പറയും, നമ്മൾ കൊല്ലത്തുള്ളതാണെന്ന് പറയും, അല്ലെ, ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറയും. ഉം. ഞാൻ ഹിന്ദു ആണ്, ഞാൻ മുസ്ലിം ആണെന്ന് പറയും, ഞാൻ ബ്രാഹ്മണനാണെന്ന് പറയും, ഞാൻ അതാണ് ഇതാണ്, അല്ലേ? എന്തെല്ലാം സവിശേഷതകളാണ് നമുക്കുള്ളത്, അല്ലെ? പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ സ്വതന്ത്രനാകണം. നമ്മൾ അത് മനസ്സിലാക്കുമ്പോൾ അതാണ് ശുദ്ധീകരണം. ഞാനൊരു ബ്രാഹ്മണനല്ല, ഞാനൊരു ക്ഷത്രിയനല്ല, ഞാനൊരു ശൂദ്രനല്ല, ഞാനൊരു സന്യാസിയല്ല, അല്ലെ, ഒരു ബ്രഹ്മചാരിയല്ല, പിന്നെ ആരാ? ഏ ദാസന്റെ 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 ദാസൻ, ഭഗവാന്റെ ദാസന്റെ ദാസന്റെ ദാസൻ, അല്ലെ? ചൈതന്യ മഹാപ്രഭു എന്താ പറഞ്ഞത്? എന്താ അദ്ദേഹം പറഞ്ഞത്? ഗോപി പർത്തു പദകമലയോ ദാസ ദാസാനു ദാസ. സ്വയം ഭഗവാനാണ്. ഭഗവാൻ നമ്മളോട് പറഞ്ഞു തന്നതാണ്. എന്താണ്? ചൈതന്യ മഹാ, അല്ലെങ്കിൽ ഒരു ഭഗവാൻ ഒരു ഭക്തന്റെ നിലയില് എന്താണ് അദ്ദേഹം വിചാരിക്കുന്നത്? ദാസന്റെ 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 ദാസൻ, അല്ലെ? നമുക്ക് എന്നാണ് അത്രയും താഴോട്ട് പോകാൻ പറ്റുന്നത്? ഏഹ് നമുക്ക് എല്ലാവരും, നമ്മളെല്ലാവരും, അല്ലെ, എന്താണ്, മാസ്റ്റർ ആവാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. തെറ്റേ തെറ്റ്, അങ്ങനെ ചെയ്യാനേ പാടില്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ചൈതന്യ മഹാപ്രഭു അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഗോപി പുറത്തു പതുക്കമല്ലയോ ദാസൻ ദാസാനു ദാസൻ, അല്ലെ? ഈ ധാരണയിലേക്ക് നമ്മൾ എത്തിയാൽ അതാണ് നമ്മുടെ ശുദ്ധീകരണം. അന്ന് നമുക്ക് മനസ്സിലാവും നമ്മുടെ മനസ്സ് വൃത്തിയായിട്ടുണ്ട്, അല്ലെ? പലരും നമ്മള് മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷ ഇല്ലാത്ത ഒരവസ്ഥയെത്തും. ഉം. എന്താണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നമ്മളൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല, അല്ലെ? ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ദാസാനുദാസനായി, അല്ലെ? അത് എളുപ്പമല്ല. നമ്മൾ അത്രയും പ്രയാസപ്പെട്ട്, അത്രയും ജപിച്ച്, അത്രയും സത്സംഗത്തിൽ ഏർപ്പെട്ട്, അല്ലെ? ഏഹ് കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോ പറയുന്നുണ്ടായിരുന്നു, ഇപ്പൊ നമ്മള് ഒരു ആ, വൈഷ്ണവനെ കണ്ടു കഴിഞ്ഞാല് നമ്മൾ അപ്പം നമസ്കരിക്കണമെന്നാണ് നിയമം, അല്ലെ? കാര്യം എന്താണ്? നമ്മൾ ദാസനാണ്, അല്ലെ? നമ്മുടെ മാസ്റ്റർ വരുമ്പോ മറ്റൊരു വൈഷ്ണവൻ എന്ന് പറയുന്നത് നമ്മുടെ മാസ്റ്ററാണ്. അങ്ങനെ വേണം നമ്മൾ കാണാൻ. ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ്, അല്ലെങ്കിൽ ഒരു വൈഷ്ണവനാണ്, ഭഗവാന്റെ നാമം ജപിക്കുന്ന ആളാണ്. അത്രയ്ക്കും ഉയർന്ന ഒരു തരത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ആരായാലും നമ്മളെല്ലാവരും, അല്ലെ? അപ്പൊ അവരെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. ഉം. ആ, എന്താണ്, പ്രമുഖന്മാരാണെങ്കിൽ ദണ്ഡ നമസ്കാരം ചെയ്യണം. ഏഹ് എന്താണ്, മാതാജിമാരാണെങ്കിൽ പഞ്ചാംഗ നമസ്കാരം ചെയ്യണം, അല്ലെ? മാതാജിമാർ ദണ്ഡ നമസ്കാരമല്ല ചെയ്യേണ്ടത്, പഞ്ചാംഗ നമസ്കാരമാണ് ചെയ്യേണ്ടത്. നമസ്കാരം ചെയ്യണം. പക്ഷെ നമ്മൾ എത്ര പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്, അല്ലെ? ആ സംസ്കാരം പോലും നമ്മളിൽ നിന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ എന്തിന് ഇയാളെ നമസ്കരിക്കും എന്നുള്ളതാണ് ചിന്ത. ഒരു മാലം ജപിക്കുകയാണെങ്കിൽ അദ്ദേഹം എന്തായി? അദ്ദേഹം വൈഷ്ണവനാണ്. ആ വൈഷ്ണവനെ നമ്മള് ആദരിക്കണം. ഭഗവാൻ നമുക്ക് പഠിപ്പിച്ചെന്നാണ്, അല്ലെ? ഈ ധാരണയിലേക്ക് നമ്മൾ എത്തിയാല് അത് ഒന്ന് നമ്മള് വിചാരിക്കാം, ഓ, നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടു എന്ന്. നമ്മുടെ ഈ കൃഷ്ണാബോധ പ്രസ്ഥാനത്തിൽ എല്ലാ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നും, വ്യത്യസ്ത മതസ്ഥതയിൽ നിന്നും, ജാതിയിൽ നിന്നും, മതത്തിൽ നിന്നും, വർണ്ണങ്ങളിൽ നിന്നുമുള്ള ആളുകൾ നമുക്കുണ്ട്. പക്ഷെ അവർ അവരവരുടെ ഭൗതിക പദവി മറന്നുപോയിരിക്കും. ഈ ശരീരം കാരണം ഈ ഭൗതിക പദവി നാം മറക്കണം. ഇത് ജീവിതത്തെക്കുറിച്ചുള്ള ശാരീരിക സങ്കല്പമാണ്.
ആ ഒരു ആചാര്യന്റെ പേര് ഞാൻ മറന്നുപോയി. കൃഷ്ണ. അദ്ദേഹം എന്താണ് ഒരുപാട് യാത്രകൾ സംഘടിപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ യാത്ര എന്നൊക്കെ പറയുന്നത് ഒരു 10,000-10,000 ആൾക്കാരൊക്കെയാണ് ഒരുമിച്ച് യാത്ര ചെയ്യുന്നത്. ഏഹ് ആ യാത്രയിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആ, ആ, ബ്രഹ്മചാരികളാണ്. അവരെല്ലാവരും ITI അല്ലെങ്കിൽ എന്താണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT എന്നൊക്കെ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും ഒക്കെ വാങ്ങിച്ച് ജയിച്ചവരാണ്. ഭയങ്കര പദവിയിൽ ഉയർന്ന പദവിയിൽ ഇരുന്നവരാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ് അദ്ദേഹത്തിന്റെ കൂടെ. രാധാനാസ്വാമി, കറക്റ്റ്, രാധാനാസ്വാമി. രാധാനാഥ രാധാനാസ്വാമി. മഹാരാജ്, ആ കറക്റ്റ്, യെസ്, വെരി യെസ്, രാധാനാസ്വാമി. ഞാനിപ്പോ ഇത്ര നേരം ആലോചിച്ചോണ്ടിരിക്കുന്നു പേര്. രാധാനാസ്വാമി. ഓ, സൂപ്പറാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഒരു യാത്ര പോകുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്. നമ്മൾ ഒരുപാട് കാര്യം ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെല്ലാവരും ഈ ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT എന്നൊക്കെ പാസ്സായ ആൾക്കാർ, അങ്ങനെയുള്ളവരാണ്. വിജയ് ഗൗരംഗ ഭയങ്കര. പ്രഭു. ഗൗരംഗ അതെ, പ്രഭു അതെ, ഡബിൾ ഡബിൾ IIT ആണ്. IIT ആണ്. ഗൗരംഗ അതിലൊരാളാണ് IIT. ഈ ഗൗരംഗ. IIT ആണ്. ഒരു IIT എടുക്കാൻ ഇവിടെ തലകുത്തി നിൽക്കുക. അപ്പൊ പുള്ളി രണ്ടു IIT എടുത്തിട്ട് ഇനി വേണമെങ്കിൽ എടുക്കാന്ന് പറയാം. ആ ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ അവർ അരച്ച് കളിച്ച് കുടിച്ചിരിക്കുക ഗൗരംഗ പ്രഭു. അല്ല, അതൊക്കെ കേൾക്കണം, എന്താ രസമെന്ന് അറിയും. അപ്പൊ അത്രയും എന്താണ് ബുദ്ധിയുള്ളവരാണ്, ബുദ്ധി രാക്ഷസന്മാരാണ്. ഐക്യമൊക്കെ ഭയങ്കരമാണ് അവർ. ഏഹ് അങ്ങനെയുള്ള ആൾക്കാര് ആണ് അദ്ദേഹത്തിന്റെ കൂടെ യാത്രയ്ക്ക് അദ്ദേഹത്തിനെ സഹായിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് അവരെല്ലാം. അവരെല്ലാവരും എന്താ ചെയ്യുക വെച്ചാൽ ഈ പാത്രങ്ങളും സാധനങ്ങളും അവരെല്ലാം സ്വയം എന്താണ് പാചകം ചെയ്തിട്ടാണ് ഈ ഭക്തന്മാർക്ക് കൊടുക്കുന്നത്. ഈ ഇത്ര പേര് പറഞ്ഞില്ലേ, അത്രയും ആൾക്കാർക്ക് അവര് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഈ അവരൊക്കെ എത്തുന്നതിന് മുമ്പ് അവിടെ കൊണ്ടുപോയി അവിടെ ചെന്ന് അവര് പാത്രങ്ങൾ റെഡിയാക്കി, അല്ലേ, മലക്കറിയായി കരിഞ്ഞാരിയൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി ഈ കിണ്ടക്കവും അല്ലെ ഇത് ഇളക്കി ഇളക്കി അത് സെർവ് ചെയ്യുന്നതും ഈ ആൾക്കാർ തന്നെയാണ്. അവരെല്ലാവരും എന്തുമാത്രം ശുദ്ധീകരിച്ചിട്ടുള്ളത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ സാധിച്ചത്. അവരാരും ബുദ്ധിയില്ലാത്തതുകൊണ്ടാണോ? ബുദ്ധി ഉള്ളവരാണ് ഈ കൃഷ്ണാബോധം കൂടുതൽ തിരഞ്ഞെടുക്കുന്നത്. കാര്യം എന്താണ്? അവർക്ക് ബുദ്ധിയുണ്ട്. നമുക്ക് എല്ലാവർക്കും ആ കുറച്ച് ബുദ്ധി ഉള്ളത് കൊണ്ടാണ് നമ്മൾ കൃഷ്ണാബോധത്തിൽ വന്നത്. നമുക്ക് അതിൽ അല്പമെങ്കിലും കുറവ് ബുദ്ധി ആയിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ കൃഷ്ണാബോധത്തിൽ വരത്തില്ല. അത് അച്ചട്ടാണ്. അപ്പോ എന്താണ് ബുദ്ധി, അല്ലേ? ഏഹ് ഭഗവാനെ മനസ്സിലാക്കുന്നത് ആരാണോ അവർക്ക് ബുദ്ധിയുണ്ടെന്ന്. അല്ലാതെ അസുരചിന്തയായിട്ട് നടക്കുന്നവർക്ക് ആർക്കും ബുദ്ധിയില്ല എന്നർത്ഥം. എല്ലാം മന്ദബുദ്ധികളാണ്. ബുദ്ധിയുണ്ട് അവർക്ക്, മന്ദബുദ്ധികൾ. അല്ലേ? അപ്പോ നമ്മളൊക്കെ വേണമെങ്കിൽ കുറച്ച് അഹങ്കരിക്കണം. നമുക്ക് കുറച്ച് നല്ല ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ പാത പിന്തുടരുന്നത്. നമ്മൾ ആചാര്യന്മാരുടെ പാത പിന്തുടരുന്നത്. ഭഗവാനെ നമ്മൾ സേവിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം. എല്ലാവരും അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അല്ലേ? ചില ആൾക്കാർ നമ്മളെ കാണുമ്പോൾ വളരെ പുച്ഛത്തോടെ ചോദിക്കും, നിങ്ങൾക്കൊന്നും വേറെ പണിയൊന്നുമില്ല, ഈ സഞ്ചിയിൽ ഇങ്ങനെ തൂക്കി നടന്നാൽ മതി, എന്തോന്ന് കൂറിയിട്ടിരിക്കുന്നത്, മുഖം മുഴുവൻ നെറ്റി മുഴുവൻ ചന്ദനമാണല്ലോ, ചന്ദനം തന്നെ, അത് വേറെ എന്തെങ്കിലും ആണോ? എന്തൊക്കെ എന്തൊക്കെ പരിഹാസങ്ങളാണ് നമ്മളോട് പറയുക, അല്ലെ? അവർക്കൊന്നും ആ ബുദ്ധി ഭഗവാൻ കൊടുത്തില്ല. ദേ ഡോണ്ട് ഹാവ് ദാറ്റ് മേഴ്സി. ഭഗവാന്റെ ആ മേഴ്സി അവർക്ക് ഇല്ലാതെ പോയി. അപ്പൊ നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചിരിക്കണം. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, അല്ലേ? ഒരു പ്രാവശ്യമൊക്കെ പറഞ്ഞു കൊടുക്കാം, കേട്ടില്ലെങ്കിലോ ഇനി നീയായി നിന്റെ പാടായി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. യാരേ ദേക്കോ താരേ കഹോ കൃഷ്ണ ഉപദേശിക്കുന്ന ചൈതന്യ മഹാപ്രഭുവിനോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞു കൊടുക്കും. കേട്ടില്ല എങ്കിൽ നമ്മളെ പിന്നെയും വീണ്ടും നമ്മളെ കുത്താനാണ് വരുന്നതെങ്കിൽ കഴിയുന്നിടത്തോളം ഒഴിവാക്കുന്നു, ഇഗ്നോർ ചെയ്യും, അല്ലേ? ഒരു പ്രാവശ്യം പറഞ്ഞു, നമ്മുടെ കടമ അവിടെ കഴിഞ്ഞു. ഇനി ബാക്കിയല്ല നിന്റെ കാര്യമാണ്. നീ അന്വേഷിച്ചു വരിക. അവർക്ക് ഭഗവാന്റെ മേഴ്സി ഇല്ല എങ്കിൽ, ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം ഇല്ല എങ്കിൽ അവർക്ക് ഒരിക്കലും ഈ പാത പിന്തുടരാൻ പറ്റില്ല. വളരെ ഭാഗ്യമുള്ളവർക്ക് മാത്രമേ കൃഷ്ണാബോധത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റൂ, അല്ലേ? നമ്മളെ നിർബന്ധിച്ച് വലിച്ചു പിടിച്ച് ഇങ്ങനെ കൊണ്ട് വച്ച് ഇരുത്തി അവിടെ ഇരുത്തി കേൾപ്പിച്ചാലും അവർക്ക് 2-3 ദിവസം കഴിയുമ്പോൾ അവർ തിരിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കിയിട്ട് ആരും കാണുന്നില്ല, ഒറ്റ ഓട്ടമാണ്. കാരണം അവർക്ക് പറ്റത്തില്ല ഇവിടെ ഇരിക്കും, അല്ലേ? ഈ ഈ കുടിയന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു കുഴപ്പമുണ്ട്. രാവിലെ ആകുമ്പോൾ ഈ വിറയലാണ്, ഗ്ലാസ് പിടിക്കാൻ പോലും പറ്റത്തില്ല. കാര്യം എന്താണ്? അവർക്കിത് ഒന്നും കൂടെ കിട്ടിയാലേ, ഒരു പ്രാവശ്യം ഒരു ഗ്ലാസും കൊണ്ട് കിട്ടിയാലേ ഈ വിറയൽ നിൽക്കത്തു, അല്ലേ? അങ്ങനെയുള്ളവരെ പിടിച്ച് ഈ മത്തേക്കെടുത്തേ കിടക്കാൻ പറ്റുമോ? അവർക്ക് പറ്റത്തില്ല. മനസ്സിലായില്ലേ? അവരുടെ ഡെസ്റ്റിനേഷൻ വേറെ ഏത്. ഇനി ഒരുപാട് കോടാനുകോടി ജന്മങ്ങൾ അവരെ എടുക്കേണ്ടതുണ്ട്. അവരെ പിടിച്ച് കൃഷ്ണ നമ്മൾ പ്രഭുജി, നന്നാക്കി. ഒരു ഒരു ലക്ഷ്മൺ ഇതിന്റെ കൂട്ടത്തിൽ കുടിയന്മാര് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു ഇത് പറയണം, പറഞ്ഞു കേട്ടു.
അപ്പോൾ പ്രഭുവിന് പറയാം, മസ്കറ്റിലെ സീബ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ഒരു വില്ലാണ്. അവര് ഇതാണ് സീബ് എയർപോർട്ടിന്റെ അപ്പുറം ഒരു വില്ലേജ്. ഈ വില്ലേജില് ദിവാകര പ്രഭു എന്ന് പറഞ്ഞ ഒരു പ്രഭു ഉണ്ട്, ബോംബെ. അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ അദ്ദേഹം ഞങ്ങളെ ഇതിനകത്തിട്ട് കൊണ്ടുവന്നു 97. അപ്പൊ അദ്ദേഹം ചോദിക്കും, നിങ്ങൾക്ക് സീബ് വില്ലേജിൽ അറിയാൻ പറ്റുമെന്ന് ചോദിച്ചു. അറിയാൻ പറ്റും, കുറെ കൂട്ടുകാരുണ്ട്, എപ്പോഴും കൂടിയിരുന്നത് എപ്പോഴും കൂടിയതാ. അപ്പോൾ ഞങ്ങൾ ക്ലാസ് എടുക്കാൻ പറ്റും, പക്ഷെ പറ്റിയില്ല. കാരണം ഞങ്ങൾ ക്ലാസ് എടുക്കുന്നതിനകത്ത് കുടിച്ചോണ്ട് വന്നിട്ട് വരാം. അപ്പൊ ലാസ്റ്റ് ഞങ്ങൾ ദിവാരപ്രഭുവിനെ വിളിച്ചിട്ട് വന്നു. അദ്ദേഹം കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് കുഴി വിളിച്ചു. അവരിന്ന് അവിടെ വലിയൊരു സത്സംഗം, 100 ചില്ലുവാനം പേരുള്ള സത്സംഗമാണ്. ആ കുടിയന്മാരെല്ലാം മാറി, എല്ലാം നോർമൽ ഇസ്കോൺ എത്തിക്കേറ്റസിൽ വന്നു, എല്ലാം ഇതായിട്ട്. അപ്പോൾ ഇത് കുടിയന്മാർ, അപ്പൊ ജഗായി മുതായി ഇതാക്കിയെങ്കിൽ ഭഗവാൻ പറയില്ലേ എല്ലാം നടക്കും. പക്ഷെ ആള് വേണം, കറക്റ്റ് അവരുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റിയ ആള് വേണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാനും പോയിരുന്നു പ്രഭു. ദോഹയില് നമുക്ക് അങ്ങനെ ഒരു സെല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എന്താണ്, ഈ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന്റെ ആണ്. അവിടെയും ചെന്നപ്പോ എല്ലാവരും അടിച്ച് ബൂസായിട്ടാണ് അവിടെ ഇരുന്നത്. പക്ഷെ അതെല്ലാം ഇപ്പൊ പ്രഭു പറഞ്ഞതുപോലെ അവരെല്ലാവരും 16 റൗണ്ട് ജപിക്കുകയും അതെല്ലാം മതിയാക്കുകയും ചീട്ട് പോലും കളിക്കത്തില്ല അവർ. ആ സമയത്തൊക്കെ അവർ ജപിച്ചുകൊണ്ടിരിക്കും. പിന്നെ അവരിപ്പോ മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ നമുക്കത് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. കാര്യം ചൈതന്യ മഹാപ്രഭുവാണ് നമുക്ക് ആ പവർ തന്നിരിക്കുന്നത്, അല്ലെ? നമ്മൾ ഈ കാര്യം, ഭഗവാന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം ശുദ്ധീകരണം നടക്കുക. അപ്പൊ അതിനകത്ത് അതുകൊണ്ട് ഇത് ഭയങ്കര സത്യമാണ് പ്രഭു. ഇത് ഇപ്പൊ പ്രഭു പറഞ്ഞത് വളരെ നല്ലൊരു ഉദാഹരണമാണ്. അതുപോലെ ആയിരക്കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. ഒന്നും വേണ്ട, പ്രഭുപാദിനെ കുറിച്ച് ആലോചിക്കൂ. പ്രഭുപാദ് ആരെയെ പോയി നന്നാക്കിയത്? അല്ലെ, ഹിപ്പികളെയാണ് ഹാപ്പികളാക്കിയത്. ഹിപ്പികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തികെട്ട നികൃഷ്ടമായിട്ടുള്ള സാധനങ്ങളാണ്. അവരെന്തൊക്കെ വൃത്തികേടുണ്ടോ അതെല്ലാം ചെയ്യുന്ന ആൾക്കാരാണ്. അവരിങ്ങനെ ഈ തപ്പിക്കൊണ്ട് ഇനി അടുത്ത വൃത്തികേട് എന്തുണ്ട്, എത്ര വൃത്തികെട്ടുള്ള അല്ലെങ്കിൽ ദുഷ്ടത്തനം എന്തുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എല്ലാ ദിവസവും. അവരെയാണ് പ്രഭുപാദിന് പോയി മാറ്റിയെടുത്തത്. എങ്കിൽ പിന്നെ നമുക്ക് ഈ ലോകത്ത് വേറെ ആരെയും ഇതാണ് ഏത് ദുഷ്ടനെ വേണമെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, അല്ലെ? അതാണ് ഹരിനാമത്തിന്റെ പവർ എന്ന് പറയുന്നത്. ഭയങ്കര പവറാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്കറിയില്ല അതിന്റെ പവർ. ഹരേ കൃഷ്ണ. ഓക്കെ. അതിനാല് ഇന്ന് നമ്മൾ വളരെ ശക്തമായി നടക്കുന്നു, അല്ലെ? ശാസ്ത്രത്തിൽ ദേശീയ ആശയം എന്ന അത്തരം ഒരു സങ്കല്പം നമുക്കില്ല. ദേവ അസുര വിഭജനം. നമ്മള് എവിടെ ജനിച്ചാലും പ്രശ്നമില്ല. ഇന്ത്യയിലാണെങ്കിലും, അല്ലെ, നമ്മളൊരു ബ്രാഹ്മണ കുടുംബത്തിലാണെങ്കിലും ജനിച്ചു എന്ന് കരുതുക, നമുക്ക് ഒരു അസുരനാകാൻ കഴിയില്ല എന്നല്ല ഇതിനർത്ഥം, അല്ലെ? അപ്പൊ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു കഴിഞ്ഞാലും അവർക്കും അസുരനാകാൻ പറ്റും, അല്ലെ? അമേരിക്കയിൽ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചാലും, ഈജിപ്തില് വളരെ താഴ്ന്ന ലെവലിലുള്ള ഒരു മതത്തിൽ നിന്ന് ജനിച്ചാലും അവരെ എല്ലാവരെയും നമുക്ക് എന്താക്കാൻ പറ്റും? കൃഷ്ണാബോധത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ്, അല്ലെ? അതാണ് വാസ്തവം. ഇതിപ്പോ പറഞ്ഞ ഉദാഹരണം തന്നെയാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് എന്താണ് പ്രഭുപാദര് അവരെയൊക്കെ ഈ രീതിയിൽ കൊണ്ടുവരാനും അവരെ ട്രാൻസ്ഫോം ചെയ്യാനും പറ്റും. അവരുടെയൊക്കെ മുഖത്ത് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എന്താ ഐശ്വര്യം എന്നറിയാം. ഭയങ്കര പ്രഭയാണ് അവരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ. ആ മോഹം കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറെ മേടിച്ചു കിട്ടും. അങ്ങനെയുള്ള ആൾക്കാരാണ്, അല്ലെ? ഭഗവാൻ എന്താണ് പരസ്യമായി പറഞ്ഞു, മാം ഹി പാർത്ഥ വ്യാപൃത്യ അപി സ്യു പാപയോനയ. പാപയോനി അല്ലെങ്കിൽ താഴ്ന്ന വംശജർ, പാപയോനി, അല്ലെ? അവരെ ശാസ്ത്രങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നു. കിരാത, ഹുണാദ്ര, പുലിന്ദ, പുൽക്കശ, ആഭിരശുംഭ യവന, അല്ലെ? ഖസായ. അവരെ ചണ്ടാലരായി കണക്കാക്കുന്നു. ശൂദ്രരെക്കാൾ കുറവാണ് കിരാത എന്ന ആഫ്രിക്കക്കാർ, അല്ലെ? കറുത്തവർ എന്നാണ് അർത്ഥമാക്കുന്നത്. നമ്മുടെ നാട്ടിലും എന്താണ് സന്താലുകൾ, വളരെ കറുത്തവർ. അവർ കാട്ടിൽ താമസിക്കുന്നു. എല്ലാ രാജ്യങ്ങളും ആദിവാസികൾ അവരെ കിരാത എന്ന് വിളിക്കുന്നു. അപ്പോൾ ഹൂണുകൾ, ജർമ്മനിയുടെ വടക്കൻ ഭാഗത്ത് ഹൂണുകൾ എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരാണ്, അല്ലെ? ആന്ധ്ര, കിരാത, ഹുണാദ്ര, പുലിദ്ര, പുൽക്കൊശ, ആഭിര, ശുംഭ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ധാരാളം താഴ്ന്നക്കടയിലുള്ള ആൾക്കാരാണ്. എന്നാൽ ശുകദേവ ഗോസ്വാമി പറയുന്നത് അവയെ ശുദ്ധീകരിക്കാൻ കഴിയുമെന്നാണ്, അല്ലെ? ശുദ്ധ്യന്തി പ്രഭാ വിഷ്ണവേ. അവ വൈഷ്ണവരായി മാറിയാൽ പ്രഭാ വിഷ്ണവേ നമ. ഒരാൾ വൈഷ്ണവനായാൽ അവൻ ഈ ഭൗതിക പദവിക്ക് അതീതനാണ്. ഇതേ ഉദാഹരണം എനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്റെ എക്സ്പീരിയൻസിൽ. ഞാൻ ആഫ്രിക്കയിൽ ചെന്നപ്പോ, സൗത്ത് ആഫ്രിക്ക അല്ല, നോർത്തല്ല, സെൻട്രൽ ആഫ്രിക്ക, സുഡാൻ, നൈജീരിയ, അങ്ങനെ കുറെ രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ചെന്നപ്പോ, ഞാൻ ആദ്യമായിട്ട് ആഫ്രിക്കയിൽ ചെന്നപ്പോ ഞാൻ കണ്ട ഒരു കാഴ്ചയാണ്.
അവിടുത്തെ ഒരു ഇസ്കോൺ ടെമ്പിളിൽ പോയി. ഇപ്പൊ ഇസ്കോൺ ഞാൻ വിചാരിച്ച അവിടെ മുഴുവൻ ഇന്ത്യക്കാരായിരിക്കും എന്ന് വിചാരിച്ചു. ഇസ്കോണിൽ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അവിടെയുള്ള ആഫ്രിക്കക്കാരാണ് ഈ കറുത്ത വർഗ്ഗക്കാർ, ഈ പറഞ്ഞ നീഗ്രോകൾ, അല്ലെ. അവരുടെ മുടി ചുരുണ്ടേ ഇരിക്കത്തുള്ളൂ, നീളം പറ്റത്തില്ല. അവർ ചുരുണ്ടേ ഇരിക്കത്തുള്ളൂ, കറ 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 ആയിരിക്കും. പക്ഷേ അവരുടെ മുഖത്തുള്ള തേജസ് കണ്ട് ഞാൻ തമ്മിപ്പോയി. മനസ്സിലായില്ല. കാര്യം എന്താ? അവർ ഭയങ്കര ജപം, ഭയങ്കര ഹരേകൃഷ്ണ മഹാമന്ത്രം, കീർത്തനൊക്കെ എന്ത് രസമായിട്ടാണ് അവർ ചെയ്യുന്നത്. ഭയങ്കര ഡാൻസ് ആണ്. ഈ ആഫ്രിക്കക്കാർക്ക് അങ്ങനെ ഒരു ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്, അല്ലെ. അവരെല്ലാത്തിനും എല്ലാത്തിനും അവർ മിടുക്കരാ. കാര്യം അവർ കാട്ടിൽ ജാതിക്കാരാ, അല്ലെ, കാട്ടിൽ കിടന്ന് വളർന്നവരാ. അവർക്ക് അല്ലെ ഡാൻസ് ചെയ്യാന്ന് പറയുന്നത് വലിയ പ്രശ്നമല്ല. അവർക്ക് കീർത്തനങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെ. അവരൊക്കെ അത്രയും ട്രാൻസ്ഫോം ആയത് ഞാൻ കണ്ടതാണ്. സൂപ്പർ ഒരു വലിയൊരു അമ്പലം. അവരെല്ലാവരും കൂടി പൈസ ഒക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് ഹരേകൃഷ്ണ ടെമ്പിൾ, അല്ലെ. നമ്മളെ പോലെ ഇവിടെ ട്രിവാൻഡ്രത്ത് എന്താണോ ചെയ്യുന്നത്, നമ്മൾ കേരളത്തിൽ എന്താണോ ചെയ്യുന്നത്, ഇന്ത്യയിൽ എന്താണോ ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് അവരും ചെയ്യുന്നത്. നമ്മുടെ എല്ലാ മന്ത്രങ്ങളും ഒരേ. അതാണ് നമ്മുടെ ഇസ്കോൺ ടെമ്പിളിന്റെ ഒരു പ്രത്യേകത എന്ന് പറയും. നമ്മളിപ്പോൾ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാലും, ആഫ്രിക്കയിൽ ചെന്ന് കഴിഞ്ഞാലും, യൂറോപ്പ്, ലണ്ടനിൽ ചെന്ന് കഴിഞ്ഞാലും, സിംഗപ്പൂരിൽ ചെന്ന് കഴിഞ്ഞാലും, അവിടെയും എല്ലാവരും രാവിലെ സംസാരദാവ നല്ലീതല്ലൂക ഇതാണ് പാടുന്നത്. അത് കഴിഞ്ഞാൽ അല്ലെ നരസിംഹ സ്തുതി നമ്മൾ പാടുന്നത് തന്നെയാണ്. എല്ലാത്തിനും ട്യൂൺ പോലും ഒന്നാണ്, അല്ലെ. അതിൽ ഞാൻ ഇറാനിൽ ചെന്നപ്പോഴാണ് അവര് മൃദംഗത്തിന് പകരം വേറെ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അവരുടേതായിട്ടുള്ള സംഗീത ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്, അല്ലെ. പക്ഷെ എന്ത് രസമായിട്ടാണ്. ഏ? അതാണ് അത് അവിടെയൊക്കെയാണ് ഒരു 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 യുണീക്നെസ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താണ് ഇസ്കോൺ ടെമ്പിളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ എവിടെ ചെന്ന് നിൽക്കുന്നതെന്ന് തോന്നത്തേയില്ല. വി ഫീൽ അറ്റ് ഹോം. ഒരു ഗൃഹാതുരത്വം അവിടെയുണ്ട്. കാര്യം എന്താണ്? ഇവിടെ കാണുന്നത് തന്നെയാണ് അവിടെയും. അതാണ് പ്രഭുപാദരുടെ പ്ലസ് പോയിന്റ്, അല്ലെ. ഒരിടത്തും വെള്ളം ചേർക്കാൻ അദ്ദേഹം സമ്മതിച്ചിട്ടില്ല. എവിടെയെങ്കിലും വെള്ളം ചേർത്ത് അവനെ തല്ലി അവനെ നശിപ്പിക്കും. ആ രീതിയിലാണ് പ്രഭുപാദർ പറയുന്നത്. ആ രീതിയിലാണ് അവർ ശിക്ഷണം ചെയ്തത്. അതുകൊണ്ട് എന്ത് പറ്റി? ലോകത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരേപോലെ തന്നെ വിഗ്രഹങ്ങൾക്ക് വ്യത്യാസം ഉണ്ടെങ്കിലും, അതായത് കൃഷ്ണ കാണാൻ ഒരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുമെങ്കിലും ബാക്കിയുള്ള ഫോർമാലിറ്റീസ്, പൂജകളെല്ലാം ഒരേപോലെയാണ് ഫോളോ ചെയ്യുന്നത്. അതൊരു ഭയങ്കര കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് ഒന്നും തോന്നാത്തത്. തുളസി ആരും ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്ന പോലെയാണ് അവരും ചെയ്യുന്നത്, അല്ലെ. എല്ലാ കാര്യങ്ങളും നമ്മൾ പോലെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും അവരോടൊപ്പം കൂടാൻ പറ്റും. നമ്മൾ മാറി നിൽക്കേണ്ട ആവശ്യമില്ല. ഇവരെന്താ കാണിക്കണേ എന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചിലയിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ പ്രൊനൗൺസിയേഷൻ അല്ല, അവർ വേറെ എന്തൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഹരേ കിച്ചണ കരേ കിച്ചണ 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 ഹരേ ഹരേ എന്നാ പറയുന്നത്, അല്ലേ. ഞാൻ അന്തം വിട്ടു ചിലയിടത്തൊക്കെ, അല്ലേ, അവരിങ്ങനെ പറയുന്നത്. പക്ഷെ ഭഗവാൻ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യും. കാര്യം എന്താണ്? അവർ അത്രയും ആത്മാർത്ഥമായിട്ടാണ് അങ്ങനെ വിളിക്കുന്നത്. കിച്ചനാന്ന് കൃഷ്ണാന്ന് വരില്ല അവർക്ക്. അവരെ ആ സ്ലാങ് അങ്ങനെയാണ്. അവരുടെ വഴങ്ങിയിരിക്കുന്ന അങ്ങനെയാണ്. ചില കാര്യങ്ങൾ, ചില വാക്കുകൾ നമ്മുടെ സംസ്കൃതമൊന്നും അവർക്ക് വഴങ്ങത്തില്ല, അല്ലേ. എന്നാലും അവർ പറയാൻ ശ്രമിക്കുന്നത് എല്ലാം കാണാതെ പഠിക്കുക. കാണാതെ പഠിച്ചാണ്. ആരും ബുക്കിൽ തുറന്നിട്ടില്ല, എല്ലാം കാണാതെ തന്നെയാണ്, അല്ലെ. പ്രഭാ വിഷ്ണുവേ നമഃ. ഒരാൾ വൈഷ്ണവനായാൽ അവൻ ഈ ഭൗതിക പദവിക്ക് അതീതനാണ്, അല്ലെ. അവിടെ പിന്നെ ദേശകാല വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ കൃഷ്ണാബോധ പ്രസ്ഥാനം എല്ലാവരെയും ശുദ്ധമായ വൈഷ്ണവരാക്കാനുള്ള ഒരു ശ്രമമാണ്. സർവോപാധി വിനിർമുക്തം തത്പരത്വേന നിർമ്മലം, അല്ലെ. ചൈതന്യ ചരിതാമൃതം പറയുന്നത്. അപ്പോൾ അവൻ നിർമ്മലനാകും, അല്ലെ. ആ നിർമ്മല ഘട്ടത്തിൽ ശുദ്ധനാകും, അല്ലെ. അവൻ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുമ്പോൾ അതിനെ ഭക്തി എന്ന് വിളിക്കുന്നു. ഭക്തി ഈ ഭൗതിക ലോകത്തിലെ പ്രവർത്തനങ്ങളല്ല. ഭക്തി എന്നത് സഗുണാൻ സമതീത്യാൻ, ബ്രഹ്മ ലോകത്തിലെ പ്രവർത്തനം, അല്ലെ. ഭൂയായ കൽപ്പന എന്ന പ്രവർത്തനമാണ്. ബ്രഹ്മവുമായി താതാത്മ്യം പ്രാപിക്കാൻ അത് പര്യാപ്തമല്ല. അഹം ബ്രഹ്മാസ്മി, അല്ലെ. ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി. ഈ ഭൗതിക പദവിയിൽ നിന്ന് നമ്മൾ മുക്തനാകുമ്പോൾ ബ്രഹ്മഭൂത ഘട്ടത്തിൽ അഹം ബ്രഹ്മാസ്മി അതൊരു ഘട്ടമാണ്, നിഷ്പക്ഷ ഘട്ടം. ഈ അഹം ബ്രഹ്മാസ്മി വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്, അല്ലെ. ന ശോചതി ന കാംക്ഷതി. അതായത് നമ്മൾ ഭൗതിക ഉത്കണ്ഠകളിൽ നിന്ന് മുക്തനാകും. ഭൗതിക ജീവിതം എന്നാൽ ശോചതി കാംക്ഷതി, നമ്മളിങ്ങനെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, അല്ലെ. അത് വേണം, ഇത് വേണം, അത് ആഗ്രഹം, ഇതാഗ്രഹം. ആളുകൾ എപ്പോഴും എന്തെങ്കിലും ആഗ്രഹിക്കുന്നു. തനിക്ക് ലഭിച്ചത് എന്തും അയാൾക്ക് നഷ്ടപ്പെട്ടാൽ അവൻ എന്തിനെയോ കുറിച്ച്, അതിനെക്കുറിച്ചിട്ട് എന്താണ് നഷ്ടപ്പെട്ടത് അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ഭൗതിക ജീവിതം. എന്നാൽ നമ്മൾ ബ്രഹ്മവേദിയിലേക്ക് വരുമ്പോൾ ന ശോചതി ന കാംക്ഷതി, ഇതാണ് ആദ്യത്തെ യോഗ്യത. ഇനി വിലാപമില്ല. എന്ത് നഷ്ടപ്പെട്ടാല് പോണെങ്കിൽ പോട്ടെ, അതെനിക്ക് വിധിച്ചിട്ടുള്ളതല്ല, അതുകൊണ്ടാണ് നഷ്ടപ്പെട്ടത് എന്ന് വിചാരിക്കാൻ കഴിഞ്ഞാല് നമുക്ക് ഈ മനസ്സമാധാനം, അല്ലേ. നമുക്ക് മനസ്സിനൊരു പ്രശ്നം ഉണ്ടാവില്ല. പോട്ടെ കുഴപ്പമില്ല, അല്ലേ. ഭരതരാജാവ്
ഭരത ചക്രവർത്തി. ഈ ലോകം മുഴുവൻ ഭരിച്ചിരുന്ന ഒരാളാണ് ഭരത ചക്രവർത്തി, അല്ലെ? അദ്ദേഹം ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഏഹ് അദ്ദേഹം വനത്തിലേക്ക് പോവാണ്. വനത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ആചാര്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഉദാഹരണം എങ്ങനെയാണ് അദ്ദേഹം പോയതെന്ന്. ഇത്രയും സുഖ സൗകര്യങ്ങൾ ഇട്ടിട്ടാണ് അദ്ദേഹം കാട്ടിലേക്ക് പോകുന്നത്. അവിടെ ആരെയും കൊണ്ടുപോകുന്നില്ല, അവിടെ പട്ടാളക്കാരും കൊണ്ടുപോകുന്നില്ല, ഒറ്റയ്ക്കാ പോകുന്നത് കാട്ടിലേക്ക്, അല്ലേ? അവിടെ ചെന്ന് ഇതാണ് പാകം ചെയ്ത് കൊടുക്കാനൊന്നും ആരുമില്ല, എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ഉണ്ടായി കഴിക്കും, അല്ലേ? അങ്ങനെ പോവാണ് ആൾ. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് പറമ്പിൽ അല്ലെങ്കിൽ എന്താണ് മലമൂത്ര മല വിസർജനം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുക, അതെന്താണെന്ന് നോക്കൂലല്ലോ. അതുപോലെ എനിക്കത് വേണ്ട, അത് കാണാൻ പോലും താല്പര്യം എന്നുള്ള നിലയിൽ നമ്മൾ നടക്കുക. അതുപോലെ നടന്നു പോയത് ഭയങ്കര ഉദാഹരണമാണ്, അല്ലേ? അതിനേക്കാൾ അപ്പുറത്തൊരു, അതായത് എനിക്കിതൊന്നും ആവശ്യമില്ല, ഇതൊന്നും എന്റേതല്ല എന്നുള്ള നിലയിൽ, അല്ലേ? ഇത് ഈ ഈ ഈ ഭൂലോകം മുഴുവൻ അദ്ദേഹത്തിനുള്ളതാണ്. അതെല്ലാം ഒഴിവാക്കിയിട്ട് അങ്ങനെയാണ് പോയത്. ഇതാണ് ആദ്യത്തെ യോഗ്യത. എന്താണ്? നമ്മള് ആ നാ ശോചതി നാ കാംക്ഷതി, അല്ലെ? എന്നാൽ നമ്മള് ബ്രഹ്മവേദിയിലേക്ക് വരുമ്പോൾ നാ ശോചതി നാ കാംക്ഷ, ഇതാണ് ആദ്യത്തെ യോഗ്യത. ഇനി വിലാപമില്ല, കൂടുതൽ മോഹമില്ല. സർവേഷു ഭൂതേഷു പണ്ഡിത സമദർശിന. പിന്നെ സർവേഷു ഭൂതേഷു, എല്ലാ ജീവജാലങ്ങൾക്കും, അല്ലെ, നമുക്ക് കഴിയും. എല്ലാ ജീവജാലങ്ങളും കൃഷ്ണന്റെ പുത്രനാണെന്ന് അവനറിയാം. അഹം ബീജപ്രദാപിത, ഭഗവാൻ പറയുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഒരാളെ കാണുമ്പോൾ നമസ്കരിക്കുന്നത്. എന്താ കാര്യം? ഭഗവാന്റെ ഒരു അംശമാണ് ആ വരുന്നത്, അല്ലേ? ഭഗവാന്റെ ഒരു ചെറിയൊരു അംശമാണ്. അപ്പോൾ നമ്മൾ നമസ്കരിക്കണം തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ എന്തിനാണ് ഈ വ്യക്തിയെ ആ വ്യക്തിയിൽ നിന്ന് വേർതിരിക്കുന്നത്? എല്ലാവരും വൈഷ്ണവരാണ്. അതാണ് മഹാഭാഗവതം, അല്ലെ? മഹാഭാഗവതം ഒരു വേർതിരിവും കാണിക്കുന്നില്ല, അല്ലെ? അവൻ എല്ലാവരെയും കാണുന്നു. പണ്ഡിത സമദർശന വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനീചൈവ പാകേച്ച പണ്ഡിത സമദർശന, അല്ലെ? അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. ഒരാൾ ഈ ഘട്ടം കൈവരിക്കുമ്പോൾ അയാൾക്ക് ഭക്തി സേവനം ചെയ്യാൻ കഴിയും. മദ്ഭക്തിം ലഭതേ പരം. കണ്ടോ? ഭക്തി വരുന്ന വഴി കണ്ടോ? ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഭക്തനാകുക എന്നത് ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം, ഏറ്റവും ഉയർന്ന പൂർണ്ണതയാണ്. ഈ ഭൗതിക അസ്തിത്വത്തിനപ്പുറം അത് സാധ്യമാണ്. ഭഗവാൻ പറയുന്നത് എന്താണ്? മാം ഹി പാർത്ഥ വ്യാപൃത്യ ഏപി സ്യുപാവയോനയ സ്ത്രീയോ ശൂദ്ര തഥാഗശ്യാസ് തേ അഭി യാന്തി പരാം ഗതിം. 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, എല്ലാവരും എന്റെ വീട്ടിലേക്ക്, ദൈവത്തിങ്കിലേക്ക് തിരികെ പോകാൻ യോഗ്യരാണ്. അതിനാൽ ഈ പ്രസ്ഥാനം, ഈ കൃഷ്ണന്റെ ദൗത്യം നിറവേറ്റുന്നതിനാണ് അവന് അത് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്? മാംഹി പാർത്ഥ വ്യാപൃതിയെ അഭി സ്യു പാപയോനിയ. പാപയോനി എന്നാൽ കഷ്ടപ്പാട്. എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഇവിടെ ഈ ഭൗതിക ലോകത്ത് നമ്മൾ പാപയോനിയിലായാലും ഉച്ചയോനിയിലായാലും കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, കിം പുനർ ബ്രാഹ്മണ പുണ്യഭക്ത രാജശ്രേയസ് തഥാ. പാപയോനികൾക്ക് പോലും ആശ്വാസം ലഭിക്കും. നല്ല കുടുംബത്തിൽ ജനിച്ചവരെ കുറിച്ച് എന്തു പറയണം, അല്ലെ? ബ്രാഹ്മണൻ, പുണ്യൻ, രാജശ്രേയ ബ്രാഹ്മണൻ, അല്ലെ? ക്ഷത്രിയൻ. തീർച്ചയായും ഈ യുഗത്തിൽ യോഗ്യതയുള്ള ബ്രാഹ്മണൻ, ക്ഷത്രിയൻ എന്നിവരെ കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കലവ് ശൂദ്ര സംഭവ. കലിയുഗത്തില് എല്ലാവരും ഏതാണ്ട് ശൂദ്രന്മാരാണ്. നമ്മളെല്ലാവരും ശൂദ്രരാണ്. നമ്മളെ ആർക്കെങ്കിലും ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതെ വേറെ നമ്മളെ ആരെയൊക്കെ സേവിക്കുകയാണ് എന്ന് വെച്ചാൽ ശൂദ്രന്മാരുടെ ജോലിയാണ്. അതായത് ഈ കലിയുഗത്തിൽ എല്ലാവരും ശൂദ്രരാണ്, ഈ യുഗത്തിൽ. ഓക്കെ. എന്നിട്ടും സ്ത്രീയോ വൈശ്യസ്തതാ ശൂദ്രാസ്തേ, അല്ലെ? യാന്തി പരാം ഗതിം, അവരെ ഉയർത്താൻ കഴിയും. അതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസ്താവന, അല്ലെ? ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസ്താവന എന്താണ്? പര ഉപകാര, അല്ലെ? കാരണം ഈ ഭൗതിക ലോകത്തിനുള്ളിൽ ഭൗതിക പദവിയും ഭൗതിക ആഭരണവും ഉള്ളതിനാൽ അവരെല്ലാം കഷ്ടപ്പെടുന്നു. നാം അവന്റെ പുത്രന്മാരായതിനാൽ നമ്മുടെ കഷ്ടപ്പാടുകളിൽ കൃഷ്ണൻ കൂടുതൽ അസന്തുഷ്ടനാണ്. നമ്മുടെ മകൻ കഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുക, അല്ലെ? നമുക്ക് സന്തോഷം വരുമോ? നമ്മൾ തീർച്ചയായിട്ടും വിഷമിക്കുക. അതുപോലെ നമ്മൾ ഈ സ്വാഭാവിക ജീവിത അവസ്ഥയിലേക്ക് വന്നതിനാൽ ഭൂത പ്രാലീയതേ, ചിലപ്പോൾ ഒരിക്കൽ ജനിച്ച് വീണ്ടും മരിക്കുന്നു. ഇത് വളരെ നല്ല നിർദ്ദേശമില്ല. എന്നാൽ ഈ ദുഷ്ടന്മാർക്ക് പ്രകൃതി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അവർക്കറിയില്ല, ഈ അസുരന്മാർക്ക്, അല്ലെ? കഥാ ദേഹാന്തര പ്രാപ്തി ധീരസ്തത്വ മുഹ്യത. നമ്മൾ ഈ ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരം സ്വീകരിക്കുകയാണ്. ഇതൊരു വലിയ ശല്യമാണ്, അല്ലെ? എന്തിനാണ്? എന്നാൽ ശാസ്ത്രജ്ഞന്മാർ, രാഷ്ട്രീയക്കാർ എന്ന് വിളിക്കപ്പെടുന്ന അവരൊക്കെയോ, അവർക്ക് ഇതൊന്നും അറിയുന്നില്ല. അതിനാൽ ആളുകൾ ആശ്ചര്യപ്പെടുന്നു, അവർ എങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നത്. എന്നാൽ ധീരസ്തത്രനമുഹ്യതി, ധീരനും സുബോധമുള്ളവരും ബുദ്ധിമാന്മാരുമായുള്ളവർക്ക് അതേ ദേഹാന്തര പ്രാപ്തിയുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നു. അദ്ദേഹം നൽകുന്ന ഉദാഹരണം, ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ചര. നമ്മൾ ശരീരത്തെ മാറ്റുന്നത് പോലെ, അല്ലെ? നമ്മൾ കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് പോകുന്നു, അല്ലെ? യൗവനത്തിൽ നിന്ന് നമ്മൾ വാർദ്ധക്യം വരുന്നു, അല്ലെ? ജര ബാധിക്കുന്നു.
അല്ലെ? അതുപോലെ പഴയ ശരീരം, പഴയ ക്രമം പുതിയതിലേക്ക് മാറും. വീണ്ടും നമുക്ക് മറ്റൊരു ശരീരം ലഭിക്കും. ഇത് ജീവിതത്തിന്റെ വളരെ വലിയൊരു പ്രശ്നം അവർക്ക് മനസ്സിലാകും. പക്ഷേ അത് നിർത്താൻ കഴിയും. എങ്ങനെ? തെക്വാദേഹം പുനർജന്മ നൈതി മാം ഏത് കൗന്ദേയം, അല്ലെ? അത് നിർത്താൻ കഴിയും കൃഷ്ണനെ മനസ്സിലാക്കുന്നതിലൂടെ മാത്രം. ജന്മകർമ്മ ചമയ ദിവ്യം യോ ജാനാതി തത്വത, അല്ലെ? ഇവിടെ കൃഷ്ണനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഭഗവാനെ പൂജിച്ചു കഴിഞ്ഞാൽ, ഭഗവാനെ നമ്മൾ ആചരിച്ചു കഴിഞ്ഞാൽ, ഭഗവാനെ നമ്മൾ പിന്തുടർത്തി കഴിഞ്ഞാൽ, അല്ലെ, ഭഗവാന്റെ നാമം പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും അല്ലെ നമുക്ക് ഇതൊക്കെ ഈ ഒരു ജന്മ മൃത്യു ജരാവ്യാധി നിർത്താൻ പറ്റും. കൃഷ്ണൻ സന്നിഹിതനായിരുന്നപ്പോൾ, ഈ ഭൂമിയിൽ സന്നിഹിതനായിരുന്നപ്പോൾ എല്ലാവരും അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. കൃഷ്ണന് തന്റെ ക്ഷേത്രമുണ്ട്, ആയിരക്കണക്കിന് കോടിക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. ഭഗവാൻ നമുക്ക് അദ്ദേഹത്തിന്റെ ചിത്രം കാണാൻ സാധിച്ചു. അതിനുണ്ടല്ലേ വിവരണമുണ്ട്. എങ്ങനെയാണ് ഭഗവാൻ എങ്ങനെയായിരിക്കുക? വേണും കുണന്തം അരവിന്ദദലായതാക്ഷം പർഹാവതാം സംസിതാം സുന്ദരാം, അല്ലെ? കന്ദർപ്പ കോടി കമനീയ വിശേഷ ശോഭം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. നമ്മൾ ഇരുട്ടി തപ്പേണ്ട ആവശ്യമില്ല. എല്ലാം ഇവിടെ ക്ലിയർ ആയിട്ട് നമ്മൾ എന്താണ് ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ട്? ഭഗവാനെ മനസ്സിലാക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? നമ്മൾ കൃഷ്ണനെ മനസ്സിലാക്കിയാൽ ജന്മകർമ്മ ചമയ ദിവ്യം, അവ സാധാരണ പ്രവർത്തനങ്ങളല്ല. ജന്മകർമ്മ ചമയ അതീന്ദ്രിയം. നമ്മള് കൃഷ്ണനെ മനസ്സിലാക്കിയാൽ ജനന മരണങ്ങളുടെ ആവർത്തനത്തിന്റെ ഈ ശല്യത്തിൽ നിന്ന്, ഈ ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. തെക്വാദേഹം പുനർജന്മ നൈതികാരി. അവന് ഇനി ഈ ഭൗതിക ശരീരത്തെ സ്വീകരിക്കുന്നില്ല. പിന്നെ അവർ എവിടേക്കാണ് പോകുന്നത്? മാമേതി, എന്റെ അടുക്കലേക്കാണെന്നാണ് ഭഗവാൻ പറയാം. എവിടെ? ഗോലോക വൃന്ദാവൻ, എന്റെ വീട്ടിലേക്ക്, വൈകുണ്ഠത്തിലേക്ക്, ഗോലോക വൃന്ദാവനത്തിലേക്ക്, അല്ലെ? നമ്മള് തിരിച്ചു പോകുന്നതാണ് ഭഗവാൻ ഇവിടെ ഉറപ്പ് തരുന്നതാണ്. അപ്പോൾ ഈ കൃഷ്ണാബോധ പ്രസ്ഥാനം മനുഷ്യ സമൂഹത്തിൽ ഈ പ്രസ്ഥാനത്തെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് ഏതെങ്കിലും പ്രത്യേക വിഭാഗം മനുഷ്യർക്കോ ഒരു പ്രത്യേക രാജ്യത്തിനോ പ്രത്യേക മതവ്യവസ്ഥയ്ക്കോ വേണ്ടിയുള്ളതല്ല. നമ്മളുടെ കൃഷ്ണാബോധത്തിൽ എല്ലാ തരത്തിലുള്ള മതക്കാരുമുണ്ട്. ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ബുദ്ധമതക്കാരാണെങ്കിലും, അല്ലെ, ഏതൊരു മതത്തിലുള്ള ആൾക്കാരും കൃഷ്ണാബോധത്തിലുണ്ട്. അതൊരു ഭയങ്കര സത്യമാണ്. ഭാരതഭൂമി ദേഹയില മനുഷ്യജന്മ യാര, അല്ലെ? ജന്മസാർത്ഥക കരികര പര ഉപകാര. ആദ്യം നമ്മളെ തന്നെ പൂർണ്ണമാക്കും, അല്ലെ? ഭരതവർഷത്തിൽ ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം, വേദസാഹിത്യം എന്നിവ ഉള്ളതിനാൽ നമുക്ക് സ്വയം പൂർണ്ണത കൈവരിക്കാൻ കഴിയും. അവ പഠിക്കുക. അതുകൊണ്ട് ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതത്തെയും അടിസ്ഥാനമാക്കി നമ്മൾ നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. ലോകമെമ്പാടും ആളുകൾ വളരെയധികം വിലമതിക്കുന്നുണ്ട്, അല്ലെ? ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലോകത്ത് വിറ്റ് അയച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭഗവത്ഗീത യഥാരൂപമാണ്. അതൊരു വാസ്തവമാണ്, അല്ലേ? ഈ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. 3 മാതാജിമാർ, ഒരാൾ സ്പെയിൻ, ഒരാൾ ഏതോ ഒരു 3 മുസ്ലിങ്ങളാണ്, 3 പേരും മുസ്ലിങ്ങളാണ്. അവർ മൂന്ന് രാജ്യത്താണ്. ഒരാൾ ട്യൂണീഷ്യ, ഒരാൾ മൊറോക്കോ, പിന്നെ ഒരാൾ ഞാൻ മറന്നുപോയി. അപ്പൊ ഈ 3 പേരും കൂടെ ഈ അവിടെയുള്ള യൂറോപ്പിലുള്ള എല്ലാ സ്ഥലത്തും പോയി ബുക്ക് വിൽക്കുകയാണ്, അല്ലേ? അവർക്കൊരു കാറുണ്ട്. ആ കാറിനകത്ത് നിറച്ച് ഈ ബുക്കുകളൊക്കെ വെച്ചിട്ട് അവരൊരു സിറ്റിയിലോട്ട് പോകും. അവർ 3 പേരും കൂടെ കൊണ്ട് നടന്ന് കൊടുക്കുക, അല്ലെ? ചിലര് പൈസ തരും, ചിലർ പൈസ തരില്ല. കുഴപ്പമില്ല, അവർക്കും കൊടുക്കുക, അല്ലെ? ചിലര് ഇപ്പൊ 400 രൂപയാണ് ബുക്കെങ്കിൽ അവർ ചിലപ്പോൾ 1000 രൂപ എടുത്തു കൊടുക്കും, വെച്ചോളം പറയും, അല്ലെ? അങ്ങനെ അവർക്ക് അത് നഷ്ടമില്ലാതെ പോകുന്നു. ചിലർക്ക് വായിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ പൈസ ഇല്ല. അവരത് ഫ്രീ ആയിട്ട് കൊടുക്കും. ചിലപ്പോൾ 10 രൂപ കൊടുക്കും. ഓക്കെ, 10 രൂപ വെച്ചോളും, അവരത് വാങ്ങിക്കും. മനസ്സിലായില്ലേ? അപ്പോ അവിടെ നമ്മളെ ഈ കൃഷ്ണാപുരത്തിൽ മുസ്ലിങ്ങളെന്നോ ക്രിസ്ത്യാനികളെന്നോ ഹിന്ദുക്കളെന്നോ യാതൊരു വേർതിരിവുമില്ല. എല്ലാവരും ഒരുപോലെയാണ് കാണുന്നത്, അല്ലെ? അപ്പൊ എല്ലാവരിലും നമ്മൾ ആരെ കാണുന്നു? ഭഗവാന്റെ ഒരു അംശമായിട്ടാണ് കാണുന്നത്. അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട്, അല്ലെ? അപ്പോ അല്ലാതെ കറുത്തിരിക്കണം വെളുത്തിരിക്കണമെന്നോ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. അടിസ്ഥാനം നമ്മൾ നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. ലോകമെമ്പാടും ആളുകൾ വളരെയധികം വിലമതിക്കുന്ന. അതിനാൽ ഭഗവത്ഗീത മനസ്സിലാക്കി തന്റെ ജീവിതം പൂർണ്ണമാക്കണം, സന്ദേശം പ്രചരിപ്പിക്കണം, അല്ലെ, എന്നത് ഓരോ ഇന്ത്യക്കാരന്റെയും കടമയാണ്. അതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെയും ദൗത്യം. യാരേക്കോ താരേക്കോ ഹോ കൃഷ്ണ ഉപദേശ്. നമ്മളത് ഒരിക്കലും മറക്കരുത്, അല്ലെ? നമ്മൾ ഓരോരുത്തരും, നമ്മളെല്ലാവരും എന്താണ് ഗുരുവാകാൻ വേണം ശ്രമിക്കാനായിട്ട്. നമ്മൾ പ്രീച്ച് ചെയ്യണം. അതാണ് പ്രഭുപാദന്റെ മിഷൻ എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരും തന്നെ പ്രീച്ചറാകും, അല്ലെ? കാരണം ഒത്തിരി പ്രീച്ചേഴ്സിന്റെ ആവശ്യമുണ്ട്. അപ്പൊ എല്ലാവരും ആ പ്രീച്ചിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ കൃഷ്ണാപൂരത്തിലുണ്ട്, അല്ലെ? ആരെങ്കിലും ഫ്രണ്ടിലോട്ട് വന്നാൽ മാത്രം മതി, അല്ലെ? ഒരല്പമൊക്കെ വന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും മുന്നോട്ട് വരണം, റീച്ചേഴ്സ് ആവണം. എങ്കിലേ നമുക്കിത് ഭഗവാൻ പറയുന്നു, അല്ലെങ്കിൽ പ്രഭുപാദര് നമുക്ക് കാണിച്ചു തന്നല്ല, നമ്മുടെ ചൈതന്യ മഹാപ്രഭുവിന്റെ മിഷൻ പോലെ നമുക്കത് പ്രചരിപ്പിക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ധർമ്മം അതാണ്. നമ്മൾ പ്രചരിപ്പിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരെ പ്രചരിപ്പിക്കും, അല്ലേ?
നമ്മൾ എവിടെയായിരുന്നാലും നമ്മുടെ അയൽപക്കത്തുള്ള ആളുകളെയും ചുറ്റുമുള്ള ആളുകളെയും നമുക്ക് മോചിപ്പിക്കാൻ കഴിയും. അല്ലേ? നമുക്ക് എന്തായിരുന്നാലും ഈ ഒരു സൗഭാഗ്യം കിട്ടി, അത് മറ്റുള്ളവർക്കും കൂടി കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ വെറും പിശുക്കരായി മാറും. അല്ലേ? നമ്മൾ ഒരിക്കലും പിശുക്കരാവാൻ പാടില്ല. അല്ലേ? നമ്മൾ വിചാരിക്കും, ഓ എനിക്ക് എങ്ങനെ ഗുരുവാകാൻ കഴിയും, എനിക്ക് അതിനോട് പലരും പറയുന്ന കാര്യമാണ്. പലരും അല്ല, മിക്കവാറും ഉള്ള ആൾക്കാർ അതൊക്കെ വെറുതെ എക്സ്ക്യൂസുകൾ. എനിക്ക് എങ്ങനെ ഗുരുവാകാൻ കഴിയും, എനിക്ക് എങ്ങനെ എനിക്ക് യോഗ്യതൊന്നും ഇല്ലല്ലോ, എനിക്കിതൊന്നും അത്രയ്ക്കൊന്നും അറിയത്തില്ലല്ലോ. തുടങ്ങണം, അങ്ങോട്ട് തുടങ്ങുക. തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ള വഴികൾ കണ്ടുപിടിക്കും. ഭഗവാൻ തരും നമുക്ക് വഴി. നമ്മളായിട്ട് കണ്ടുപിടിക്കുന്ന ഭഗവാൻ നമുക്ക് അതിനുള്ള വഴി തരും. നമുക്ക് ആ ഒരു ഉറച്ച വിശ്വാസമാണ്, അല്ലെങ്കിൽ താല്പര്യം മാത്രം മതി. ആ ഒരു ആഗ്രഹം വേണം. എനിക്ക് ഭഗവാന്റെ നാമം മറ്റുള്ളവരിൽ എത്തിക്കണം എന്നുള്ള ആ തീവ്രമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഭഗവാൻ എല്ലാം കൊണ്ടുതരും. അല്ലെ? അതുകൊണ്ട് ആരും സംശയിച്ചിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും മുന്നോട്ട് വരിക. ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങാൻ ശ്രമിക്കുക. അല്ലെ? നമ്മൾ കണ്ടുമുട്ടുന്ന ആരെങ്കിലും എൻ്റെ പ്രിയ സുഹൃത്തെ കുറച്ച് മാത്രമേ കേൾക്കൂ, അല്ലെ, എന്താണ് കുറച്ച് കൃഷ്ണനെ കുറിച്ച് കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു തുടങ്ങും. അല്ലെ? അതുകൊണ്ട് നമുക്ക് ഒരു നഷ്ടവും വരില്ല. നമുക്ക് തീർച്ചയായിട്ടും എന്താണ്, നമ്മളൊന്ന് തുടങ്ങി കഴിഞ്ഞാൽ, ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഒരു 10 സ്റ്റെപ്പ് എടുത്ത് നമ്മളടുത്തേക്ക് വരും. എന്റെ കുഞ്ഞിന് ആവശ്യമുള്ളതെല്ലാം കൊണ്ടിങ്ങനെ എന്താണ് തന്നുകൊണ്ടിരിക്കും. അല്ലെ? നമുക്ക് എന്തെങ്കിലും സംശയം വന്നാൽ തീർച്ചയായിട്ടും ഭഗവാൻ ആ ബുദ്ധിയിൽ നമുക്ക് കാണിച്ചു തരും. ഇതാണ് കുഞ്ഞെ, ഇങ്ങനെ പറയൂ എന്ന് പറയും. അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പ്രീച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും മുന്നോട്ട് വരണം, ആരും അടിച്ചു നിൽക്കരുത്. എനിക്കത് എന്നെ കൊണ്ട് ഇത് കഴിയുമെന്ന് വിചാരിക്കരുത്. ഈ ചെയ്യുന്നവരാരും അവരുടെ കഴിവുകൊണ്ട് ചെയ്യുന്നതല്ല. എല്ലാം ഭഗവാന്റെ ആ ഒരു എന്താണ് മേഴ്സിയാണ്. ഭഗവാൻ അത് കൊടുക്കുന്നത് കൊണ്ടാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്യും? ഭഗവാൻ നിസ്സഹായനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളായിട്ട് ഒരു എൻഡവർ, അല്ലെങ്കിൽ ഒരു ശ്രമം, അല്ലെങ്കിൽ മുന്നോട്ട് വരാനുള്ള ശ്രമം ചെയ്യണം. അങ്ങനെ വരുന്നവരാരും പരാജയപ്പെട്ടിട്ടില്ല. ആരെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ആരുമില്ല. എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധി ഭഗവാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഫ്രണ്ടിലോട്ട് എടുക്കണം, ഒരു സ്റ്റെപ്പ് എടുത്ത് വായിക്കണം. വച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യം ഭഗവാൻ വായിക്കണം. ശ്രമിച്ചു നോക്കാം, അപ്പൊ അറിയാൻ പറ്റും. ഹരേ കൃഷ്ണ. നമുക്ക് ഇവിടെ നിർത്താം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ഈ